ഹായ് ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതായത് ഒരു ട്രേഡറുടെ ലൈഫിൽ ഏറ്റവും ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസിക്കായിട്ടുള്ളൊരു ഒരു സംഗതിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇത് മനസ്സിലാക്കാതെ നിങ്ങൾക്കല്ല നമുക്ക് നമ്മുടെ ട്രേഡിംഗ് ലൈഫിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതാണ് ബേസിക്. നമുക്ക് ഒരു നല്ല ട്രേഡർ ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം ചാർട്ട് റീഡ് ചെയ്യാൻ പറ്റണം. മറ്റൊരാളെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായി ഒരു ചാർട്ട് വായിക്കാൻ സ്വയം പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല ഒരു ട്രേഡർ ആകാൻ പറ്റൂ. ഏറ്റവും മിനിമം അത്രയെങ്കിലും ചെയ്യണം. മിനിമം ഈ പറയുന്ന പോലെ ട്രേഡിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ചാർട്ട് നമുക്ക് വായിക്കാൻ അറിയണം. ഈ ചാർട്ട് വായിക്കാൻ അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഒന്ന് പ്രൈസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ പറയുന്ന ക്യാൻഡിലുകൾ, ഈ മുകളിൽ കാണിക്കുന്ന ഈ ക്യാൻഡിലുകളും താഴെ കാണിക്കുന്ന ഈ വോളിയവും, ഇത് രണ്ടുമാണ് ഈ ചാർട്ടിനെ സംബന്ധിച്ച് ഒരു ചാർട്ടിൽ എങ്ങനെയാണ് പ്രൈസ് പ്ലോട്ട് ആകേണ്ടതെന്ന് കാണിക്കുന്ന ബേസിക് കാര്യമാണ് ഈ പറയുന്ന വോളിയം. സോ ഈ വോളിയം എത്രമാത്രം ഉണ്ട് എന്നതിന് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ വോളിയത്തിൻ്റെ ഓരോ ദിവസത്തെ വോളിയം എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളെടുക്കുന്ന ടൈം ഫ്രെയിം ഏതാണോ ആ ടൈം ഫ്രെയിമിൽ എങ്ങനെ ക്യാൻഡിൽ വരണം, അല്ലെങ്കിൽ പ്രൈസ് എങ്ങനെ മുന്നോട്ട് നീങ്ങണം, അല്ലെങ്കിൽ പ്രൈസ് ഏത് രീതിയിൽ അതിൻ്റെ മൂവ്മെൻറ്റ് നടക്കണം എന്ന് തീരുമാനിക്കുന്ന സംഗതിയാണ് ഈ പറയുന്ന താഴെ കാണിച്ചിരിക്കുന്ന വോളിയം. വോളിയം എത്രമാത്രം ഉണ്ടോ, അല്ലെങ്കിൽ ബൈയിങ് സൈഡിലേക്കാണെങ്കിലും സെല്ലിംഗ് സൈഡിലേക്കാണെങ്കിലും എത്രമാത്രം വോളിയം ഉണ്ടോ, ഈ വോളിയത്തെ ബേസ് ചെയ്തിട്ട് ആയിരിക്കും പ്രൈസ് മുകളിലേക്ക് പോകണമോ താഴേക്ക് പോകണമോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ക്യാൻഡിലുകളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ബാറുകളുടെ നീളവും വീതിയും അതുപോലെ വിക്കുകളുടെ എണ്ണമെല്ലാം ഈ പറയുന്ന വോളിയമാണ് തീരുമാനിക്കുന്നത്. സോ ഈ വോളിയം ഇല്ല എങ്കിൽ ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന പ്രൈസിലുള്ള ഈ പറയുന്ന ബാറുകൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ക്യാൻഡിലുകൾക്ക് നിലനിൽപ്പില്ല. അതോടൊപ്പം തന്നെ ഈ ക്യാൻഡിലുകളുടെ നിറവും, അതായത് പച്ചയാണെങ്കിൽ ബയേഴ്സ്, ചുവപ്പാണെങ്കിൽ സെല്ലേഴ്സ്. നിങ്ങൾ കളർ നോക്കേണ്ട, കളർ നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഇടാം. അപ്പോൾ ഞാനിപ്പം ബേസിക്കായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ജസ്റ്റ് റാൻഡമായിട്ട് ഇങ്ങനെ പറയുന്നത്. സോ നമുക്ക് കളറിലൊന്നും പ്രത്യേകിച്ച് ഇപ്പം നിലവിലൊന്നും കൂടുതൽ കൺഫ്യൂസ്ഡ് ആകേണ്ട കാര്യമില്ല. നമുക്ക് ഏത് കളർ വേണമെങ്കിലും നിലവിലാക്കാം. ഓക്കെ, അതൊക്കെ വിട്ടേക്കെ. അപ്പം നമ്മളിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഈ വോളിയത്തെക്കുറിച്ചാണ്. ഇപ്പം ഞാനിപ്പോൾ ഏകദേശം ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം എത്രമാത്രമാണ് വോളിയത്തിന് ഒരു ചാർട്ടിലുള്ള പ്രസക്തി എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു ചാർട്ടിൽ പ്രൈസ് എങ്ങനെ പ്ലോട്ട് ആകണം എന്ന് തീരുമാനിക്കപ്പെടുന്നത് ആ സമയത്തുണ്ടാകുന്ന വോളിയത്തെ ബേസ് ചെയ്തിട്ട് മാത്രമാണ്. പ്രൈസ് മുകളിലോട്ട് പോകണമെങ്കിലും വോളിയം സമ്മതിക്കണം, താഴേക്ക് ഇറങ്ങണമെങ്കിലും അതുപോലെ തന്നെ വോളിയം സമ്മതിക്കണം. മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബയേഴ്സിൻ്റെ എണ്ണം കൂടുതലായിരിക്കണം, താഴേക്ക് വരണമെന്നുണ്ടെങ്കിൽ സെല്ലേഴ്സിൻ്റെ എണ്ണം കൂടുതലായിരിക്കണം. സോ ഈ വോളിയം തീരുമാനിക്കും പ്രൈസ് എങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ പ്രൈസ് ഈ ചാർട്ടിൽ ഏത് രീതിയിൽ പ്ലോട്ട് ചെയ്യപ്പെടും. അതായത് ഈ ബാറുകൾ റെപ്രസെൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ബാറുകളുടെ രൂപത്തിൽ കാണുന്ന പ്രൈസ് എങ്ങനെ ഈ ചാർട്ടിൽ പ്ലോട്ട് ആകണമെന്ന് തീരുമാനിക്കുന്നത് ഈ പറയുന്ന വോളിയമാണ്. സോ വോളിയമാണ് ഏറ്റവും ബേസിക്കായിട്ട് ഉള്ള ഒരു സംഗതി. ഈ വോളിയത്തെ മനസ്സിലാക്കിയെങ്കിൽ മാത്രം, അല്ലെങ്കിൽ വോളിയത്തിൻ്റെ കൂട്ടുപിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡിങ്ങിൽ മുന്നോട്ട് പോകാൻ പറ്റൂ, ചാർട്ടുകളെ കൃത്യമായിട്ട് വായിക്കാൻ പറ്റൂ. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വോളിയത്തിന് ഇത്രമാത്രം ചാർട്ടിൽ പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം പ്രൈസിൽ പ്രാധാന്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സോ നമുക്ക് ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മളിന്ന് സംസാരിക്കുന്ന വിഷയത്തെ ഞാൻ ചെറിയ ഒന്ന് രണ്ട് പോയിന്റുകളാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. എന്താണ് വോളിയം, എങ്ങനെയാണ് വോളിയം ഇൻഡിക്കേറ്റർ നമ്മൾ ചാർട്ടിൽ കൊണ്ടുവരുന്നത്, ഈ ചാർട്ടിൽ കാണിക്കുന്ന വോളിയത്തിൻ്റെ കളർ നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്, ഈ വോളിയം പ്രൈസും തമ്മിലുള്ള എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, ഇതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യുന്നത്. എനിക്കറിയില്ല എത്രമാത്രം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അതിന് കാരണം ഞാൻ എൻ്റെ ഉള്ളിലുള്ള ഐഡിയാസ് എനിക്ക് നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുന്നതിന് കുറേയേറെ ലിമിറ്റേഷൻ ഉണ്ട്. മീൻസ് എനിക്കത് എങ്ങനെ പറഞ്ഞത് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. അതാണ് ചില സമയങ്ങളിൽ ഞാൻ പെട്ടെന്ന് സ്റ്റക്ക് ആകുന്നത്. സോ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. എന്തെങ്കിലും മനസ്സിലാകാത്ത കേസിലുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാൻ കൃത്യമായിട്ട് ഞാൻ തന്നെ പ്രോപ്പറായിട്ട് തന്നെ റിപ്ലൈ തരാം. ഓക്കെ, നമുക്ക് എന്താണ് വോളിയം? വോളിയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ടൈം ഫ്രെയിം എടുത്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ 2 മണിക്കൂറോ 4 മണിക്കൂറോ 1 വീക്കോ 1 ഡേയോ ഏതാണെങ്കിലും പ്രശ്നമില്ല. നമ്മളെടുക്കുന്ന ആ പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ
എത്രമാത്രം ഷെയറുകൾ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ എത്രമാത്രം ഷെയറുകൾ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നോ ആ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന ഷെയറുകളുടെ ആകെ തുകയാണ് ഈ പറയുന്ന വോളിയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ എത്രമാത്രം ഷെയറുകളാണോ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത് ആ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന ഷെയറുകളുടെ ടോട്ടൽ എണ്ണത്തെയാണ് അല്ലെങ്കിൽ ടോട്ടൽ ക്വാണ്ടിറ്റിയെയാണ് നമ്മൾ വോളിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മളുടെ IRDയുടെ ചാർട്ടാണ്, BSCയിലെ ചാർട്ടാണ്. ഞാൻ NSC എടുത്തിട്ടില്ല, ജസ്റ്റ് NSCയിൽ എൻ്റെ കുറേ വർക്കുകൾ ഞാൻ ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് ഞാൻ ഇത് പെട്ടെന്ന് ഇതിനകത്ത് BSC ഞാൻ പൊതുവെ ഉപയോഗിക്കാറില്ല. സോ ഞാൻ ആ BSCയുടെ ചാർട്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഈ ഒരു ക്യാൻഡിൽ, ഇത് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കാണിക്കുകയാണ്. ഈ ഒരു ക്യാൻഡിൽ നോക്കിയേ, ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മതി. അതായത് നമ്മൾ ക്യാൻഡിൽ ഇവിടെ ക്യാൻഡിലിൻ്റെ മുകളിൽ ഏത് ക്യാൻഡിലിൻ്റെ ഇവിടെ കഴ്സർ കൊണ്ടുവച്ചാലും അതിൻ്റെ വോളിയം നേരെ നമ്മളുടെ ഈ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റോക്കിൻ്റെ പേരിന് തൊട്ട് താഴെ ഇപ്പോൾ തൊട്ട് സൈഡിലായിട്ട് തന്നെ കാണിക്കും ആ സമയത്തെ വോളിയം. ഇപ്പോൾ കണ്ട 15.97 എന്നുള്ള വോളിയം കാണിച്ചു. അതായത് ഇവിടെ ഡേറ്റ് കാണിക്കും. ഈ 11 ജൂലൈ എന്ന് പറയുന്ന ഡേറ്റിൽ ടോട്ടൽ 15.97, അതായത് 16 മില്യൺ വോളിയം അന്ന് എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഈ പറയുന്ന വോളിയം എങ്ങനെയാണ് വരുന്നത് അല്ലെങ്കിൽ എന്താണ് ഇവിടെ കാണിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിപ്പം ഞാനിപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞു എന്താണ് വോളിയം, വോളിയം എങ്ങനെയാണ് ചാർട്ടിൽ കാണപ്പെടുന്നത് അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ് ചാർട്ടിൽ നമുക്ക് റീഡ് ചെയ്തത് എന്നുള്ളത് ഞാനിപ്പോൾ ഓൾറെഡി കാണിച്ചു തന്നു. നിങ്ങൾക്ക് വോളിയത്തിൻ്റെ ഇൻഡിക്കേറ്റർ സാധാരണഗതിയിൽ നമുക്കൊരു ചാർട്ട് എടുക്കാനത്ത് കാണില്ല. അതിന് നിങ്ങൾ നേരെ ചാർട്ടിലേക്ക് വരിക. ചാർട്ടിലേക്ക് വന്നിട്ട് അവിടെ ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ള സെക്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നേരെ വോളിയം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ വോളിയത്തിൻ്റെ ഇൻഡിക്കേറ്റർ കിട്ടും. സോ നമ്മൾ നേരെ ക്ലിക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ നേരെ ഡെയിലി ടൈം ഫ്രെയിം എടുത്തപ്പോഴത്തേക്ക് നമ്മുടെ ചാർട്ടിനകത്ത് പ്രൈസും വന്നു, അതോടൊപ്പം തന്നെ വോളിയം വന്നു. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഡേറ്റിൽ ഈ പറയുന്ന ജൂലൈ 11-ാം തീയതി ടോട്ടൽ 15,97,000 ക്വാണ്ടിറ്റികൾ എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ട ഈ ക്വാണ്ടിറ്റികളെയാണ് ടോട്ടൽ വോളിയം എന്ന് പറയുന്നത്. സോ നമ്മൾ വോളിയം എന്താണെന്ന് ബേസിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ വോളിയം ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് നമ്മുടെ ചാർട്ടിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളത് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത് അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ പോയിന്റ് എങ്ങനെയാണ് ഇതിൻ്റെ കളർ നിശ്ചയിക്കപ്പെടുന്നത്. അതായത് ഇപ്പോൾ ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ അവസാനത്തെ ദിവസം, അതായത് ഇന്നത്തെ നമ്മൾ ക്യാൻഡിൽ ഇവിടെ വന്ന് നിന്നു. ഓക്കെ, അപ്പം 261 എന്നുള്ള ക്യാൻഡിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ ഇവിടുന്ന്, അതായത് ഇതാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഈ പ്രൈസ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് ഈ പ്രൈസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ബയേഴ്സ് നേരെ മുകളിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് നേരെ ഉയരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാൻഡിലിന് ഈ ക്യാൻഡിലിന് പച്ച നിറമായിരിക്കും വരുന്നത്. അതായത് പച്ച നിറം വരണമെന്നുണ്ടെങ്കിൽ പ്രൈസ് ഒരു പോയിന്റിൽ നിന്ന് നേരെ മുകളിലേക്ക് ഉയരുകയാണ് എങ്കിൽ ആ ക്യാൻഡിലിൻ്റെ നിറം പച്ചയായിരിക്കും, അവിടെ ബയേഴ്സ് ആയിരിക്കും കൂടുതൽ. സോ അതുപോലെ തന്നെ അതിൻ്റെ നേരെ എതിരാണ് സെല്ലേഴ്സ് വരാൻ നേരത്ത്. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് പ്രൈസ് താഴേക്കാണ് പോകുന്നതെങ്കിൽ ഈ ക്യാൻഡിലിൻ്റെ നിറം ചുവപ്പായിരിക്കും, അവിടെ സെല്ലേഴ്സ് ആയിരിക്കും കൂടുതൽ. അപ്പം അത് കൃത്യമായിട്ട് മനസ്സിലായില്ല എല്ലാവർക്കും. ഞാൻ ഒന്നുകൂടെ പറയണമെങ്കിൽ ഞാൻ വീണ്ടും പറഞ്ഞുതരാം. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് പ്രൈസ് നേരെ മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ ബയേഴ്സ് ആയിരിക്കും കൂടുതൽ, അപ്പോൾ ആ ക്യാൻഡിലിൻ്റെ നിറം പച്ചയായിരിക്കും. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് പ്രൈസ് താഴേക്കാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ നിറം ചുവപ്പായിരിക്കും, അവിടെ സെല്ലേഴ്സ് ആയിരിക്കും കൂടുതൽ. അപ്പം ഇങ്ങനെയാണ് ഒരു ക്യാൻഡിൽ രൂപപ്പെടും. നമ്മളുടെ വീഡിയോയ്ക്കകത്ത് ഞാൻ ഓൾറെഡി ഇത് കൃത്യമായിട്ട് ഇതൊക്കെ വരച്ചൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ കണ്ടിട്ടില്ലാത്ത ആളുകൾ നമ്മുടെ എൻ്റെ പ്രൊഫൈലിനകത്ത് കയറി വീഡിയോ ടാബിനകത്ത് നോക്കിയാൽ മതി. അതിനകത്ത് കുറച്ച് 4-5 വീഡിയോസ് നമുക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് വീഡിയോസ് ഉണ്ട്. ജസ്റ്റ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 1-2 ഐഡിയാസ് ഒക്കെ കിട്ടും. നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ബിഗിനേഴ്സ് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. സോ എങ്ങനെയാണ് ഒരു പച്ച ക്യാൻഡിൽ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഒരു ചുവപ്പ് ക്യാൻഡിൽ ഉണ്ടാകുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അപ്പോൾ ഈ ക്യാൻഡിലിന് നമുക്കൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഈ ക്യാൻഡിൽ തൊട്ട് തലേ ദിവസത്തെ ക്യാൻഡിൽ ഇവിടെ തീർന്നു, അടുത്ത ദിവസം ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഓപ്പൺ ചെയ്യാൻ നേരത്ത് അന്ന് ബയേഴ്സ് ആണ് കൂടുതൽ. ഇവിടുത്തെ വോളിയം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പച്ച ക്യാൻഡിലാണ്, വോളിയം കൂടുതലാണ്. സോ
അന്ന് പ്രൈസ് ഇവിടെ ഓപ്പൺ ചെയ്തു, നേരെ മുകളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അതിന് പച്ച കളർ വന്നു. ഈ താഴെ വിക്കിന് വേറൊരു കാര്യങ്ങളും പറയാനുണ്ട്, ഞാനത് പറഞ്ഞുതരാം. ഇവിടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്തു, നേരെ ആദ്യം തന്നെ സെല്ലേഴ്സ് നേരെ താഴേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്കും ഇവിടെ വന്നിരുന്ന പ്രൈസ് നേരെ താഴേക്ക് വന്നു. സോ ഇവിടം വരെ വിക്ക് വന്നു. ഇവിടെ വന്നിരുന്ന പ്രൈസിനെ ബയേഴ്സ് വീണ്ടും പൊക്കിയെടുത്ത് നേരെ മുകളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടം വരെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സെല്ലേഴ്സ് വീണ്ടും ആക്റ്റീവായി ഇവിടെ നിന്ന് നേരെ താഴേക്ക് ഇറക്കി ഇവിടെ കൊണ്ടുവന്നു സെല്ലേഴ്സ് ക്ലോസ് ചെയ്യിപ്പിച്ചു. അതുകൊണ്ടാണ് ഇവിടെ താഴേക്കും മുകളിലേക്കും ഒരേ വിക്ക് വന്നിരിക്കുന്നത്. അതായത് ക്ലോസിംഗ് പ്രൈസ് ഈ പറഞ്ഞ അന്നത്തെ ദിവസത്തെ ഏറ്റവും ഹൈ പ്രൈസിൻ്റെ തൊട്ട് താഴെ ക്ലോസ് ചെയ്തുകൊണ്ടാണ് മുകളിൽ വിക്ക് വന്നിരിക്കുന്നത്, അതുപോലെയാണ് താഴേക്കും വിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ക്യാൻഡിലിന് രണ്ട് സൈഡിലേക്കും വിക്ക് വന്നതെന്ന് നമ്മൾ മനസ്സിലായി. എവിടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്തു മുകളിലേക്ക് പോകാൻ നേരത്ത് പച്ച കളറിലാണെന്ന് മനസ്സിലായി, അതുപോലെ താഴേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ചുവപ്പ് കളറാണെന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ബയേഴ്സാണ് സ്ട്രെങ്ത് കൂടുതൽ. അതായത് പച്ച കളർ ആയതുകൊണ്ട് പ്രൈസ് ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി മുകളിലേക്ക് കയറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ ബയേഴ്സ് അവിടെ ആക്റ്റീവായി, ബയേഴ്സ് ഇവിടെ മോർ സ്ട്രോങ്ങർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നല്ല വോളിയം. അതായത് ഈ പറയുന്ന ക്യാൻഡിലുകളെല്ലാം നോക്കി കമ്പാരിറ്റീവ്ലി ഈ ക്യാൻഡിലുകളെ വെച്ച് നോക്കാൻ നേരത്ത് ഈ ക്യാൻഡിലിൻ്റെ പൊക്കം നോക്കി, നല്ല പൊക്കമുള്ള ക്യാൻഡിലാണ്. സോ ആ ക്യാൻഡിലിൻ്റെ പൊക്കത്തിനനുസരിച്ച് ഇവിടെ പ്രൈസും കൂടിയിട്ടുണ്ട്. സോ അന്നത്തെ ദിവസം ബയേഴ്സാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ പ്രൈസും അതുപോലെ തന്നെ ഇത്രയും വലിയ വോളിയവും വന്നിരിക്കുന്നത്. ഈ വോളിയത്തെക്കുറിച്ച് തന്നെ പറയാൻ നേരത്ത് വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സിമ്പിളായിട്ട് ഈ വോളിയം ആവറേജ് വോളിയത്തിൻ്റെയൊക്കെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ വോളിയം ഇൻഡിക്കേറ്റർ വരാൻ നേരത്ത് ഇവിടെ ഇത് ഡിഫോൾട്ടായിട്ട് മൂവിങ് ആവറേജ് 14 കിടക്കുന്നത്. ഞാൻ ഒരു വിധത്തിലുള്ള മാറ്റവും വരുന്നില്ല. അതിനുശേഷം ഞാൻ ഇത് അൺചെക്ക് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഡിഫോൾട്ടായിട്ട് വരുന്നത്. ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നേരെ ഒരു വോളിയത്തിൻ്റെ ഒരു ലൈൻ വരും. നിങ്ങൾക്ക് താഴെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കണ്ടോ ഒരു ലൈൻ വന്നു. അതായത് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഡിഫോൾട്ട് സെറ്റിങ്സ് അനുസരിച്ച് ഈ ലൈൻ ആണ് ആവറേജ് വോളിയത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഈ ആവറേജ് വോളിയത്തിന് മുകളിൽ വരികയാണ് എങ്കിൽ അന്ന് കമ്പാരിറ്റീവ്ലി നല്ല വോളിയം ആയിരിക്കും. ഈ ലൈന് താഴെയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം വോളിയം കുറവായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആവറേജ് എടുക്കുന്നത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. ഇത് ഒരു പ്രൊഫഷണൽ മീൻസ് ഇത് വലിയൊരു ഇങ്ങനെ മാത്രമേ സംഭവിക്കാവുള്ളൂന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ പറയുന്നതിൽ ഇപ്പം ഇവിടെ ഞാൻ കാണിച്ചു തരുന്നില്ല, ഈ മൂവിങ് ആവറേജിൻ്റെ ഒരു 14 എന്നുള്ള കിടക്കുന്നത്. ഇത് 14 15 നമുക്ക് ഇഷ്ടമുള്ള നമ്പർ ഇടാം. പക്ഷേ ഇത് ഡിഫോൾട്ടായിട്ട് ആയതുകൊണ്ടാണ് ഞാനതിനകത്തൊന്നും ചെയ്യാതെ. എന്നെ സംബന്ധിച്ച് ഈ ഒരു 14 എന്നുള്ള ഇടുമ്പം തന്നെ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്ക് വർക്കൗട്ട് ആവുന്നുണ്ട്. സോ എനിക്കതിനകത്ത് വേറെ സംശയമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഡിഫോൾട്ട് അത് തന്നെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് പ്രൈസ് നിശ്ചയിക്കപ്പെടുന്നത്, എങ്ങനെയാണ് ഈ പ്രൈസ്, അതായത് നമ്മുടെ അടുത്ത പോയിന്റ് അതാണ് വരുന്നത്. അപ്പം എങ്ങനെയാണ് പ്രൈസും ഈ പറയുന്ന വോളിയം കൂടെ റിലേറ്റ് ആകുന്നതെന്നാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു പ്രൈസ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് മുകളിലേക്ക് പോകാൻ നേരത്ത് ഈ പ്രൈസിന് ഒരു പൊസിഷനിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു വോളിയത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടാവണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല വോളിയത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നല്ല രീതിയിൽ ലിക്വിഡിറ്റി ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ നല്ല രീതിയിൽ അവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലനിൽപ്പ് അവിടെ ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ശക്തമായ ബയേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്രൈസിന് മുകളിലേക്കാണെങ്കിലും താഴേക്കാണെങ്കിലും ഒരു പർട്ടിക്കുലർ ലെവലിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ ലെവലിൽ നിന്നിട്ട് ചുമ്മാ കിടന്ന് അപ്പ് ആൻഡ് ഡൗൺ കളിച്ച് അതായത് ഈ രീതിയിൽ ഇങ്ങനെ കിടന്ന് കളിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. ഒരു വലിയൊരു മൂവ്മെൻറ്റ് മുകളിലേക്കും ഉണ്ടാവില്ല താഴേക്കും ഉണ്ടാവില്ല, ഇങ്ങനെ ജസ്റ്റ് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വോളിയം കൂടിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ അവിടെ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. അതിൻ്റെ ഏറ്റവും ഉദാഹരണം നിങ്ങൾ തന്നെ ഇവിടെ നോക്കിയാൽ മതി. അതായത് ഈ ചെറിയ ക്യാൻഡിലുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മളുടെ ആവറേജ് ലൈന് താഴെ വന്നിരിക്കുന്ന ക്യാൻഡിലുകളാണ് ഇതെല്ലാം. സോ ഈ ക്യാൻഡിലുകളെല്ലാം ചെറിയ റീറ്റെയിലേഴ്സ്, അതായത് നമ്മളെപ്പോലെയുള്ള ആളുകൾ, ഞാനും എൻ്റെ അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ തൊട്ടപ്പുറത്ത് മുന്നിലിരിക്കുന്ന ആളുകൾ എന്ന രീതിയിൽ നമ്മളെപ്പോലെയുള്ള ചെറിയ ആളുകളെല്ലാം കൂടി ഉണ്ടാക്കുന്ന വോളിയമാണ് ഈ പറയുന്ന ചെറിയ വോളിയം. മീൻസ് ഈ ക്യാൻഡിലുകളെല്ലാം സൈസ് നോക്കി ഈ പ്രൈസിന് വലിയ രീതിയിലൊരു മൂവ്മെൻറ്റ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് വായിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇത്രയും സ്ഥലത്ത് റീറ്റെയിലേഴ്സ് മാത്രമേ ഉള്ളൂ. അതേസമയം നിങ്ങൾ ഇങ്ങോട്ട് നിന്ന് നോക്കിയാൽ നമ്മുടെ ആവറേജ് ലൈനിന് മേളിൽ വന്നിരിക്കുന്ന നല്ലൊരു വോളിയം ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട്. സോ റീറ്റെയിലേഴ്സിന് ഇത്രയും വലിയൊരു ക്യാൻഡിൽ ഉണ്ടാക്കാനുള്ള പവറില്ല.
ഒന്നെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോറിൻ ഇൻവെസ്റ്റേഴ്സോ മീൻസ് അല്ലെങ്കിൽ FIIയോ അവരൊക്കെ വന്ന് ഇവിടെ കയറി കളിച്ചെങ്കിൽ മാത്രമേ ഇത്രയും വലിയൊരു വോളിയം ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് പറ്റത്തുള്ളൂ. അന്നത്തെ ദിവസത്തെ വോളിയം നോക്കി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. 11.26 മില്യൺ വോളിയമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് തൊട്ട് തലേദിവസമൊക്കെ നോക്കി 1 മില്യൺ 2 മില്യൺ അങ്ങനത്തെ ഒരു 90 ലക്ഷം 1 മില്യൺ 90 ലക്ഷമല്ല 9 ലക്ഷം വോളിയം, അതുപോലെ തന്നെ 1 മില്യൺ 2 മില്യൺ, അതായത് ചെറിയ മില്യൺ ചെറിയ 10 ലക്ഷം 12 ലക്ഷം 9 ലക്ഷം എന്നുള്ള ആ ഒരു ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് ട്രേഡ് ചെയ്യുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവിടെ വന്നപ്പോഴത്തേക്കും 11 മില്യൺ വരണമെന്നുണ്ടെങ്കിൽ അവിടെ ഏതോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഏതോ ഒരു ബിഗ് പ്ലെയർ ഇവിടെ കയറി കിടന്ന് കളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റി വന്നിരിക്കുന്നത്. അല്ലാതെ റീറ്റെയിലേഴ്സ് എന്ന് പറയുന്ന 10,000-50,000 ആളുകൾ ചേർന്ന് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു വോളിയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. അപ്പം ഇതാണ് ഞാൻ പറയുന്ന കാര്യം. എൻ്റെ പോയിന്റ് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ആവറേജ് ലൈനിൽ മുകളിലേക്കാണ് ഒരു വോളിയം കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ അവിടെ മനസ്സിലാക്കാൻ പറ്റേണ്ട അവിടെ ഒരു ബിഗ് പ്ലെയർ കയറിയിട്ടുണ്ട്. ഈ ബിഗ് പ്ലെയർ ഇവിടെ കയറി വലിയൊരു ക്യാൻഡിൽ ഉണ്ടാക്കി വോളിയം എടുത്ത് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രൈസ് നേരെ മുകളിലേക്ക് കയറി. ഈ പ്രൈസ് മുകളിലേക്ക് കയറി തൊട്ടിപ്പുറത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ റീറ്റെയിലേഴ്സ് കയറി അവന്മാർ ചെറിയ കളികൾ കളിച്ചു. അതായത് ഇവിടെ നോക്കിയേ, ഈ ഇവിടുന്ന് താഴേക്ക് പിന്നെ വോളിയം കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആവറേജ് ലെവലിന് താഴെയാണെങ്കിൽ തൊട്ട് മുകളിലാണെങ്കിൽ പോലും അതിന് മുന്നേ ഉള്ള ക്യാൻഡിലിനെ വെച്ച് നോക്കാൻ നേരത്ത് വോളിയം പതുക്കെ താഴേക്ക് ഇറങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. സോ അവിടെ തന്നെ പ്രൈസ് താഴേക്ക് വന്നു. പിന്നെ ആവറേജ് ലെവലിന് മുകളിലേക്ക് ക്യാൻഡിൽ വന്നു, വീണ്ടും പ്രൈസ് കയറി. അത് കഴിഞ്ഞപ്പോൾ സെല്ലേഴ്സ് ആക്റ്റീവായി അവന്മാർ വന്നപ്പോൾ വീണ്ടും പ്രൈസ് താഴേക്ക് ഇറങ്ങി. ഇവിടെ കണ്ടോ, ഇവിടെ വോളിയം ഇറങ്ങി, അതുപോലെ തന്നെ ഇവിടെ പ്രൈസ് താഴേക്ക് ഇറങ്ങി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ ടോട്ടൽ വോളിയം നിങ്ങൾ നോക്കി ഇവിടെ നോക്കിയാൽ മതി, 24 മില്യൺ ആണ്. 24 മില്യൺ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ബാങ്കുകളോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ ഈ പൊറിഞ്ചു വെളിയത്തിനെ പോലുള്ള എന്തെങ്കിലും ഈ വ്യക്തികളോ അല്ലെങ്കിൽ അവരുടെ സ്ഥാപനങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒരു ബൾക്കായിട്ടുള്ളൊരു ഡീല് നടക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് കയറി അവിടെ കളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ക്യാൻഡിൽ ഇവിടെ വരാൻ കാര്യം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു വോളിയം ഉണ്ടാക്കിയെടുക്കാൻ ഒരു കാരണവശാലും ഇവിടെ സാധിക്കില്ല. സോ ഇവിടെ ഈ ഒറ്റ ക്യാൻഡിൽ ശ്രദ്ധിച്ചാൽ മതി, ഇത്രയും വലിയ വോളിയം വന്നു കഴിയുമ്പോഴത്തേക്കും പ്രൈസ് നേരെ മുകളിൽ വന്നു, സെല്ലേഴ്സ് ചെറുതായിട്ട് ഇവിടെ ആക്റ്റീവായി. ഇത് റീറ്റെയിലേഴ്സ് ആണ്, വോളിയം തീരെ കുറവാണ്. അടുത്ത ക്യാൻഡിൽ നോക്കി ആവറേജ് ക്വാണ്ടിറ്റിക്ക് മേളിൽ നിൽപ്പുണ്ട്, അടുത്ത പ്രൈസ് ഇവിടെ പ്രൈസ് മുകളിലേക്ക് കയറി. പിന്നെ കമ്പാരറ്റീവ്ലി വോളിയം ഇവിടെ കുറഞ്ഞു. ഇവിടെ കുറയാൻ നേരത്ത് കണ്ടോ പ്രൈസ് വീണ്ടും താഴേക്ക് ചെറുതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പുറത്ത് വോളിയം കൂടി. ഇവിടെ അടുത്ത ക്യാൻഡിൽ വോളിയം കൂടിക്കഴിഞ്ഞപ്പോൾ നേരെ പ്രൈസ് മുകളിലേക്ക് കൂടി. അടുത്ത ക്യാൻഡിൽ നോക്കിയാൽ ഇവിടെ പ്രൈസ് ഇവിടെ വോളിയം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടുന്ന് ഒരു റിവേഴ്സൽ ക്യാൻഡിൽ അല്ലെങ്കിൽ ഇവിടെ ഇതൊരു ഡോജി ക്യാൻഡിലാണെന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഡോജി ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻഡിസിഷൻ ആണ്. അതായത് ബയേഴ്സും സെല്ലേഴ്സും മോർ സ്ട്രെങ്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ബയേഴ്സും സെല്ലേഴ്സും നല്ല ഒരു ഫൈറ്റ് നടക്കുന്ന ഒരു മേഖലയാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡോജി ക്യാൻഡിൽ ചെറിയൊരു ക്യാൻഡിൽ വരികയും ചെയ്തു. വോളിയം അതിയായ വോളിയം കാണിക്കാൻ നേരം നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്തോ സംതിങ് റോങ് ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പം നമ്മളവിടെ കുറച്ച് ഒന്ന് സൂക്ഷിക്കേണ്ടത് നല്ലതാണ്. വോളിയം ഭയങ്കരമായിട്ട് കാണിക്കുകയും ചെയ്യുന്നുണ്ട്, ക്യാൻഡിലിൻ്റെ സൈസും തീരെ കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ വമ്പൻ എന്തോ കളികൾ നടക്കുന്നുണ്ട്. സോ നമ്മളവിടെ ട്രേഡേഴ്സ് അല്ലെങ്കിൽ നമ്മൾ റീറ്റെയിലേഴ്സ് അവിടെ ഒന്ന് പേടിക്കേണ്ട ഒരു സൈഡാണ്. സോ ഇങ്ങനെയുള്ള വരുന്ന മേഖലയിലൊന്നും നമ്മൾ പ്രത്യേകിച്ച് ട്രേഡ് എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, സോ തൊട്ടടുത്ത ക്യാൻഡിൽ നോക്കി, തൊട്ടടുത്ത ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അതായത് സെല്ലേഴ്സ് ആക്റ്റീവായിട്ട് ആവറേജിന് മുകളിൽ വലിയ വോളിയത്തിൽ അവിടെ സെല്ലേഴ്സ് ആക്റ്റീവായിട്ടുണ്ട്. ഇങ്ങനൊരു വോളിയം ഇത്രയും സെല്ലേഴ്സ് ഇവിടെ കാണിക്കാൻ നേരത്തെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടുന്ന് പ്രൈസ് താഴോട്ട് ഡ്രോപ്പ് ആകാൻ പോവുകയാണെന്നുള്ളത്. ഇത്രയും വലിയ ക്വാണ്ടിറ്റി അല്ല വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത വന്നപ്പോഴത്തേക്കും ആവറേജിന് മുകളിൽ വീണ്ടും ക്വാണ്ടിറ്റി ഉണ്ട്, പ്രൈസ് വീണ്ടും താഴോട്ടിറങ്ങി. അടുത്ത് വന്നപ്പോൾ വീണ്ടും പ്രൈസ് താഴോട്ടിറങ്ങി. കരിച്ചും വലിയ ക്വാണ്ടിറ്റി ഉള്ള സെല്ലേഴ്സ് അവിടെ വന്നിട്ടുണ്ട്, പ്രൈസ് താഴോട്ടിറങ്ങി. എന്നാൽ അതിൻ്റെ അടുത്ത സമയം വന്നപ്പോഴത്തേക്കും ഇവിടെ ബയേഴ്സ് ആക്റ്റീവായി, ബയേഴ്സ് നേരെ മുകളിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അതിൻ്റെ അടുത്ത ക്യാൻഡിലെല്ലാം നോക്കിയേ വോളിയം താഴേക്ക് വീണ്ടും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ അവിടെ എല്ലാം പ്രൈസ് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് എത്രമാത്രം വോളിയം കൂടുന്നുണ്ടോ ഈ വോളിയം കൂടുന്നതിനനുസരിച്ച് മാത്രമാണ് പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോകുന്നത്. അത് സിമ്പിളായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ വോളിയത്തിനകത്ത് നിങ്ങൾ ഈ പറയുന്ന മൂവിങ് ആവറേജ് നിങ്ങൾക്ക് ഇവിടെയുള്ള ഈ നമ്പർ ഡിഫോൾട്ടായിട്ട് ഇടുന്നെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ ഇട്ടിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്ത് കാര്യമാണെങ്കിലും ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി നമ്മളതിൻ്റെ ഒതൻറ്റിസിറ്റി നമ്മൾ എൻഷുർ ചെയ്തിട്ട് മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. സോ
ഞാനിത് ഡിഫോൾട്ടായിട്ട് ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ കിടക്കുന്നത്. എനിക്കത് സ്യൂട്ടബിൾ ആണ്, എനിക്കത് ഓക്കെയാണ്. ഇവിടെ മൂവിങ് ആവറേജ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഈ മൂവിങ് ആവറേജിൻ്റെ ഈ ഒരു ലൈൻ പ്ലോട്ട് ആയാൽ മാത്രം മതി. ഈ ലൈൻ പ്ലോട്ട് ആകുമ്പോൾ തന്നെ നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടും. ഇപ്പോൾ തന്നെ നോക്കാൻ നേരം നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടി. ഈ ലൈന് മുകളിൽ വരുന്നതെല്ലാം ആവറേജിന് മുകളിലുള്ള വോളിയമാണ്, ഹെവി വോളിയമാണെന്ന് നമുക്ക് മനസ്സിലായി. അവിടെ എല്ലാം പ്രൈസ് അത്യാവശ്യം മുകളിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ബാക്ക് ഡേറ്റയിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഇവിടെ എല്ലാം ശ്രദ്ധിച്ചാൽ മതി. ഈ സമയത്താണ് ഇത് ലിസ്റ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഇങ്ങോട്ട് മൂവിങ് ആവറേജ് വരാത്തത്. ഇവിടെ നോക്കിയേ, ഇവിടെ വലിയ ക്യാൻഡിൽ വന്ന് പ്രൈസ് കയറി പോയിരിക്കുന്നു. നോക്കിയേ, ഇവിടെ വന്നപ്പോഴത്തേക്കും വോളിയം കുറഞ്ഞു. സോ അവിടെ പ്രൈസ് ഇവിടെ സസ്റ്റെയിൻ ചെയ്ത ഒരു റേഞ്ചിൽ നിന്ന് കളിക്കുകയാണ്. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും വീണ്ടും വോളിയം തീരെ കുറഞ്ഞു. പ്രൈസ് ഇവിടെ കിടന്ന് ചെറിയ ക്യാൻഡിൽ, ഇതെല്ലാം റീറ്റെയിലേഴ്സ് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും ചെറിയ ക്വാണ്ടിറ്റി വന്നിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ബിഗ് പ്ലേയേഴ്സ് കയറി, ഇൻസ്റ്റിറ്റ്യൂഷൻ കയറി കഴിഞ്ഞപ്പോൾ അവന്മാർ പ്രൈസ് എടുത്ത് നേരെ മുകളിലേക്ക് കൊണ്ടുപോയി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഉണ്ടായിരുന്ന റീറ്റെയിലേഴ്സ് എല്ലാം അവൻ്റെ കയ്യിലിരുന്ന ഒരു സെല്ലിങ് ഇവിടെ നടത്തിയിട്ടുണ്ടാകും. ഇവിടെ പ്ലേയേഴ്സ് ഇല്ല, ബിഗ് പ്ലേയേഴ്സ് ഇല്ല. അതിന് പകരമായിട്ട് റീറ്റെയിലേഴ്സ് അവിടെ കയ്യിലുണ്ടായിരുന്ന ഷെയറുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന പോലെ സെല്ലിങ് നടന്നിരിക്കുകയാണ്. റീറ്റെയിലേഴ്സിൻ്റെ കളികളാണ്. അതുകൊണ്ടാണ് പ്രൈസ് എല്ലാം ഇവിടുന്ന് താഴേക്ക് ഡ്രോപ്പായി. ഈ ക്യാൻഡിലിൻ്റെ സൈസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇവിടെ ഇതെല്ലാം ചെറിയ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാം കണ്ട് വോളിയം അങ്ങനെ കമ്പാരിറ്റീവ്ലി നമുക്ക് പറയാൻ തക്ക വലിയൊരു വോളിയോ കാര്യങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വന്നപ്പോൾ ഒരു വോളിയം കൂടി. പക്ഷേ അവിടെ വന്നപ്പോഴത്തേക്കും ഈ കമ്പാരിറ്റീവ് ഇത്രയും വന്ന സൈഡിനെ സംബന്ധിച്ച് അവിടെ പ്രൈസ് നേരെ മുകളിലേക്ക് ചെറുതായിട്ട് കയറിയിട്ടുണ്ട്. സോ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച വിഷയം. എത്രമാത്രം വോളിയം ഉണ്ട്, അതായത് നമ്മളുടെ ചാർട്ടിൽ പ്രൈസിൻ്റെ ബാർ പ്ലോട്ട് ആകണമെന്നുണ്ടെങ്കിൽ ഈ വോളിയം എന്ന് പറയുന്ന സംഗതി ഇല്ലാതെ നമുക്ക് ഒരു കാരണവശാലും അവിടെ പ്രൈസ് നല്ല രീതിയിൽ പ്ലോട്ട് ആകാൻ പറ്റില്ല. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ട്രേഡ് എടുക്കുന്ന സമയത്ത്, ഇപ്പോൾ നാളത്തേക്ക് ഒരു ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നലെ ആ പറഞ്ഞിരിക്കുന്ന പർട്ടിക്കുലർ സ്റ്റോക്കിൽ എത്രമാത്രം വോളിയം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. മനസ്സിലാക്കി അതിൻ്റെ ബേസിൽ മാത്രമേ നമുക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാവുള്ളൂ. ട്രേഡിനെ പ്ലാൻ ചെയ്യാതെ വോളിയം വെച്ച് മാത്രം നമുക്ക് ട്രേഡ് എടുക്കാനും പറ്റില്ല. നമ്മളുടെ ഏതെങ്കിലും പർട്ടിക്കുലർ ട്രേഡിംഗ് സെറ്റപ്പ് അനുസരിച്ച് അതിൻ്റെ കൂട്ടത്തിൽ വോളിയം കൂടെ ലിങ്ക് ചെയ്ത് നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാം എന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു ബേസിക് ഐഡിയ മാത്രമാണ്. നിങ്ങൾക്ക് യൂട്യൂബിലെ കാര്യങ്ങളൊക്കെ തപ്പിക്കഴിഞ്ഞ് ഇതിനെക്കാട്ടും കുറച്ചുകൂടെയും എക്സ്പ്ലെയിൻ ചെയ്ത് നല്ല രീതിയിൽ പറഞ്ഞിരുന്ന വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ടാവും. ഞാനൊരു ബേസിക് ഐഡിയ തന്നുള്ളത് മാത്രമേ ഉള്ളൂ. എത്രമാത്രം പ്രൈസും വോളിയം തമ്മിൽ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കോറിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉള്ള ഒരു ബേസിക് ഇൻഫർമേഷൻ തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എന്താണെങ്കിലും മനസ്സിലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്നും കൂടെയും ഇത് കേട്ട് നോക്കുക. എന്നിട്ട് ഈ പറയുന്ന പോലെ അതിനനുസരിച്ച് ട്രേഡുകളും കാര്യങ്ങളും പ്ലാൻ ചെയ്യുക. ഓക്കെ ദെൻ, താങ്ക് യു, ബൈ ബൈ.